എല്ലാവരെയും മെട്രിസസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഈ മൊഡ്യൂളിൽ കുറേ കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുറേ ക്ലാസ്സുകൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് മെട്രിസസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എങ്ങനെയാണ്, ഒപ്പം തന്നെ മെട്രിസസ് തന്നെ ട്രാൻസ്പോസ് എങ്ങനെ കണ്ടുപിടിക്കാം, അതുകൂടാതെ മെട്രിസസിൽ നമ്മൾ അഡ്ജോയിൻസ്, കോഫാക്ടേഴ്സ്, മൈനേഴ്സ്, ഇൻവേഴ്സ്, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ക്ലാസ്സുകൾ അതിനെക്കുറിച്ച് എടുത്ത് സമയം കളയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ആപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് ഇൻ ബിസിനസ് ആൻഡ് കൊമേഴ്സ്, സാധാരണ നമുക്ക് എക്സാമിന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് നമുക്ക് മെട്രിസസ് ബിസിനസ് ആൻഡ് കൊമേഴ്സിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിസിനസ് ആൻഡ് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. മെട്രിസസിൽ അത് കൂടാതെ ഞാൻ പറഞ്ഞു, കൂടാതെ ക്രാമേഴ്സ് റൂള്, അതുകൂടാതെ ലീനിയർ ഇക്വേഷൻസ്, അതെല്ലാം ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസും ഈ ഒരു പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ നോക്കുക, അത് ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്, അത് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പൂജ ആൻഡ് താര ആർ ടു ഫ്രണ്ട്സ്. പൂജ വാണ്ട്സ് ടു ബൈ 5 pens ആൻഡ് 10 നോട്ട്ബുക്സ്. അപ്പോൾ പൂജയും താരയും ആ ഫ്രണ്ട്സ് പേനയും നോട്ട്ബുക്കുകളും അല്ലേ, അത് വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പൂജ 5 പേനയും 10 നോട്ട്ബുക്കുമാണ് വാങ്ങിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. വൈൽ താര വാണ്ട്സ് ടു ബൈ 3 pens ആൻഡ് 8 നോട്ട്ബുക്സ്. താരയാണെങ്കിൽ അത് 3 പേനകളും 8 നോട്ട്ബുക്കുകളുമാണ്. ദേ ബോത്ത് ഗോ ടു ഷോപ്പ് ആൻഡ് എൻക്വയർ അബൌട്ട് ദി റേറ്റ്സ് വിച്ച് ആർ കോട്ടഡ് ആസ് ഫോളോസ്. ഇപ്പോൾ രണ്ടുപേരും ഒരു ഷോപ്പിലേക്ക് പോയി അവർ ഇതിനെക്കുറിച്ച്, അതിൻ്റെ വിലയെക്കുറിച്ച് ചോദിക്കുകയാണ് ഷോപ്പിൽ ചെന്ന്. അപ്പോൾ ആദ്യത്തെ ഷോപ്പിൽ പേനയ്ക്ക് 10 രൂപയാണ് പറഞ്ഞത്, നോട്ട്ബുക്കിന് 60 രൂപ വെച്ചാണ് പറഞ്ഞത്. ഹൗ മച്ച് ഡസ് ഈച്ച് നീഡ് ടു സ്പെൻഡ് ഫോർ ബൈയിങ് പെൻസ് ആൻഡ് നോട്ട്ബുക്സ് ഫ്രം ഷോപ്പ് 1. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 10 രൂപ പേനയ്ക്കും നോട്ട്ബുക്കിന് 60 രൂപ പറഞ്ഞ ഷോപ്പ് 1-ൽ നിന്ന്, ആദ്യത്തെ ഷോപ്പിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള പേനയും ഒപ്പം തന്നെ പുസ്തകങ്ങളും അല്ലെങ്കിൽ നോട്ട്ബുക്കുകളും വാങ്ങിക്കുമ്പോൾ എത്ര രൂപയാണ് ചിലവാകുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നേരിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഇതിൻ്റെ എമൗണ്ട് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. പക്ഷേ നമുക്ക് മെട്രിക്സസിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ മെട്രിക്സ് ആയിട്ട് ഫോം ചെയ്ത് വേണം നമ്മളതിൻ്റെ കാൽക്കുലേഷൻ നടത്താൻ വേണ്ടി. അത് ക്വസ്റ്റ്യൻ്റെ അവസാനം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സപ്പോസ് ദേ ആർ എൻക്വയർ അബൌട്ട് ദ റേറ്റ്സ് ഫ്രം അനദർ ഷോപ്പ്. മറ്റൊരു ഷോപ്പിൽ കൂടി അവർ അന്വേഷിക്കുകയാണ്. അവിടെ അവർ പറഞ്ഞ വില എന്ന് പറയുന്നത് ഒരു പേനയ്ക്ക് 8 രൂപയും നോട്ട്ബുക്കിന് 50 രൂപയുമാണ്. അപ്പോൾ ഹൗ മച്ച് ഡസ് ഈച്ച് നീഡ് ടു സ്പെൻഡ് ഫോർ ബൈയിങ് പെൻസ് ആൻഡ് നോട്ട്ബുക്സ് ഫ്രം ഷോപ്പ് 2. രണ്ടാമത്തെ ഷോപ്പിൽ നിന്ന് അവർ പേനയും നോട്ട്ബുക്കുകളും വാങ്ങിക്കുകയാണെങ്കിൽ എത്ര രൂപ ചിലവാണെന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ട ഭാഗം. പ്രസൻറ്റ് ദ എബോവ് ഇൻഫർമേഷൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ മെട്രിക്സ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അത് എത്ര രൂപ ചിലവാകുന്നത് നേരിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ പോരാ, നമ്മളതിൻ്റെ മെട്രിക്സസിൻ്റെ സഹായത്തോടു കൂടി മെട്രിക്സ് നിർമ്മിച്ചിട്ട് അതിന് ശേഷം വേണം അവർക്ക് ഓരോ കടയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ എത്ര രൂപ ചിലവാകും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഫൈൻഡ് ഔട്ട് ദ മണി നീഡഡ് ബൈ പൂജ ആൻഡ് താര ടു ബൈ പെൻ ആൻഡ് നോട്ട്ബുക്ക് ഫ്രം ഷോപ്പ് 1 ആൻഡ് ഷോപ്പ് 2. അപ്പോൾ ഷോപ്പ് 1-ൽ നിന്നും ഷോപ്പ് 2-ൽ നിന്നും പേനയും നോട്ട്ബുക്കുകളും വാങ്ങിക്കുകയാണെങ്കിൽ ഒരുമിച്ചും, അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടും ഒപ്പം തന്നെ ഈ 2 ഷോപ്പിൽ നിന്നുള്ള ഒരുമിച്ചുള്ള കാൽക്കുലേഷനും കൂടി നടത്താൻ വേണ്ടിയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മെട്രിക്സസ് ഫോം ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷനൊക്കെ നടത്തി നോക്കിയിട്ട് അല്ലെങ്കിൽ നടത്തി വേണം നമ്മൾ അതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആദ്യം സാധാരണ പോലെ ഒരു ടേബിൾ നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതിന് ശേഷം നമുക്ക് മെട്രിക്സസ് അതിൻ്റെ കാൽക്കുലേഷൻ വെച്ച് നമ്മുടെ ഈ ഒരു മണി നീഡഡ് കണ്ടുപിടിക്കുമ്പോൾ അത് വെരിഫൈ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിൻ്റെ പേരുകൾ നമ്മൾ പൂജ താര എന്ന് ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത കോളത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. പൂജയ്ക്കാണെങ്കിൽ 5 പെന്നും നോട്ട്ബുക്കാണെങ്കിൽ 10 ആണ് വേണ്ടത് അല്ലേ, താരയ്ക്കാണെങ്കിൽ 3ഉം 8ഉമാണ്. ഓരോ പ്രൈസും, അത് ഷോപ്പ് 1-ഉം ഷോപ്പ് 2-ഉം അതിൻ്റെ പേനയുടെയും പെൻസിലിൻ്റെയൊക്കെ വിലയും പേനയുടെയും നോട്ട്ബുക്കിൻ്റെയും വിലയും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിത് ആദ്യത്തെ ഷോപ്പ് 1-ലെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പൂജയ്ക്ക് പേനയ്ക്ക് 10 രൂപ വെച്ച് 5 പേനയാണ് അല്ലേ, 10 × 5 അല്ലേ, അത് വേണം. ഒപ്പം തന്നെ പൂജയ്ക്ക് ഇവിടെ നോട്ട്ബുക്കിന് 60 രൂപയാണ്, 10 എണ്ണം വേണം, 60 × 10 അല്ലേ, 650 രൂപ ചിലവാകും ഷോപ്പ് 1-ൽ നിന്ന് പൂജയുടെ ഈ പേനയും നോട്ട്ബുക്കും വാങ്ങാൻ വേണ്ടി. താരയ്ക്കാണെങ്കിൽ അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 510 രൂപയും ചിലവാകും അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യത്തെ കാൽക്കുലേഷൻ. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു മെട്രിക്സസിലേക്ക് അല്ലേ, മെട്രിക്സസിലേക്ക് പ്രസൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് നമ്മൾ മെട്രിക്സസിലേക്ക് ഇതിനെ പ്രസൻറ്റ് ചെയ്യണം, മെട്രിക്സ് രൂപത്തിൽ തന്നെ എഴുതേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ എഴുതുക, നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ഇത്തരം കാര്യങ്ങളല്ലേ. അതായത് നമുക്ക് 5, 10, 3, 8 ഇത്രയും കാര്യം, അത് പേനയുടെയും നോട്ട്ബുക്കിൻ്റെയും എണ്ണത്തെ നമുക്കൊരു മെട്രിക്സസ് ആയിട്ട് എഴുതാം അല്ലേ. 5, 10, 3, 8 അത് മെട്രിക്സ് എ എന്ന് പേര് കൊടുക്കാം. ബി എന്ന് പറയുന്നത് അതിൻ്റെ വില എത്രയാണോ അതിൻ്റെ വില. ഇപ്പോൾ 10 രൂപയും 60 രൂപയാണ് അതിൻ്റെ വില വന്നിരിക്കുന്നത് അല്ലേ. 10 രൂപയാണ് 60 രൂപയാണ് അതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൂജയ്ക്കാണെങ്കിലും താരയ്ക്കാണെങ്കിലും പേനയ്ക്ക് വില വ്യത്യാസമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഒരു 10 എടുക്കുക, ഒപ്പം തന്നെ നോട്ട്ബുക്കും 60 അല്ലേ. അപ്പോൾ 10, 60 എന്നുള്ളൊരു കോളം മെട്രിക്സ് ആയിട്ട് നമ്മൾ ബി എന്ന് പേര് കൊടുത്ത് എഴുതുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ പാലിക്കേണ്ട ഒരു റൂളുണ്ട്. നമ്മൾ ഏത് മെട്രിക്സ് ആണോ ആദ്യത്തെ മെട്രിക്സ്, അതിൽ കോളങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോയുടെ എണ്ണത്തിന് തുല്യമായിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ആദ്യത്തെ മെട്രിക്സ് ഇതാണ്, കോളങ്ങൾ എന്ന് പറയുന്നത് 2 കോളമാണുള്ളത്.
അത് മൾട്ടിപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോ എന്ന് പറയുന്നത് 2 അല്ലേ. അപ്പോൾ നമുക്കത് മൾട്ടിപ്ലിക്കേഷൻ കംഫർട്ടബിളായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് ഒന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്തേക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ റോയിനെ ഈ കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ദെൻ രണ്ടാമത്തെ റോയിനെയും ഈ ഒരു കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ അതേ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ വാല്യൂ കണക്ക് കൂട്ടിയെടുത്ത് 650 510 എന്നുള്ള ഇവിടെ കിട്ടിയിരിക്കുന്ന സെയിം ആൻസർ നമുക്ക് ലഭിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇത് ഷോപ്പ് 1-ൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഷോപ്പ് 2-ൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാൽക്കുലേഷൻ നടത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഷോപ്പ് 2-ലും നമുക്ക് 5, 3, 10, 8 പെന്നിൻ്റെ നോട്ട്ബുക്കിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമൊന്നുമില്ല, അതിൻ്റെ വിലയിലാണ് വ്യത്യാസമുള്ളത് അല്ലേ. വില പറഞ്ഞിരിക്കുന്നത് 8ഉം 50ഉമാണ് അല്ലേ. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ 5, 10, 3, 8 എഴുതിയിട്ട് വില നമ്മൾ 8, 50 എന്ന് എഴുതുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇതുപോലെ തന്നെ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വില 540 424 നമുക്ക് ലഭിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് തന്നെ ലഭിക്കുന്നതാണ്. ഇനി മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ മണി നീഡഡ് ബൈ പൂജ ആൻഡ് താര ടു ബൈ പെൻ ആൻഡ് നോട്ട്ബുക്സ് ഫ്രം ഷോപ്പ് 1 ആൻഡ് ഷോപ്പ് 2. അപ്പോൾ ഷോപ്പ് 1-ൽ നിന്നും ഷോപ്പ് 2-ൽ നിന്നും ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയാണെങ്കിൽ, ഇതേ എണ്ണം തന്നെ വാങ്ങുകയാണെങ്കിൽ, 2-ൽ നിന്നും വാങ്ങുകയാണെങ്കിൽ എത്ര രൂപ ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഇവിടെ എ, അതായത് എത്ര എണ്ണമാണോ ആവശ്യമുള്ളതെന്നുള്ളത് നമുക്ക് എ ആയിട്ട് ഇവിടെ എഴുതാം. അതായത് 5, 10, 3, 8 എന്നുള്ളത് അല്ലേ. ഒപ്പം തന്നെ അതിൻ്റെ വില നമുക്ക് 10, 8, 60, 50 ആ രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. അതായത് പ്രൈസ് പെർ പീസ് അല്ലേ, അതിൻ്റെ വിലയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എത്രയാണ് ആവശ്യമുള്ളത് എണ്ണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ട് എഴുതാം. ഒപ്പം തന്നെ ഒരു പീസിന് എത്രയാണ് വില എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഈ ഒരു മെട്രിക്സ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം അല്ലേ. അതായത് 10, 60 എന്ന് പറയുന്നത് ഷോപ്പ് 1-ൽ നിന്ന് വാങ്ങുമ്പോൾ 8, 50 എന്നുള്ളത് ഷോപ്പ് 2-ൽ നിന്ന് വാങ്ങുമ്പോൾ അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എ ബി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ മണി എത്രയാണ് ആവശ്യമുള്ളതെന്ന് നമുക്ക് കിട്ടും അല്ലേ. അല്ലെങ്കിൽ എത്ര പണം വേണ്ടാണ് നമുക്ക് ഈ 2 ഷോപ്പിൽ നിന്നും ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ എത്ര രൂപ ആവശ്യമായിട്ട് വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. അല്ലെങ്കിൽ അത് രണ്ടും ഒരേപോലെ നമുക്കതിന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ. 650 510 ഷോപ്പ് 1-ൽ നിന്ന്, ഷോപ്പ് 2-ൽ നിന്ന് 540 424 അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് രണ്ട് ഷോപ്പിൽ നിന്നും വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ എത്ര രൂപയാണ് കോസ്റ്റ് എന്നുള്ളത് ഒറ്റ മെട്രിക്സിൽ നമുക്കതിനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് പഠിക്കുക. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഇൻ എ പാർലമെൻറ്റ് ഇലക്ഷൻ ഇൻ കേരള എ പൊളിറ്റിക്കൽ പാർട്ടി ഹയർഡ് ആൻ ഓൺലൈൻ ചാനൽ ടു പ്രൊമോട്ട് ഇറ്റ്സ് കാൻഡിഡേറ്റ് ഇൻ 3 ways. അപ്പോൾ ഒരു പാർലമെൻറ്റ് ഇലക്ഷനിൽ, കേരളത്തിലെ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അവരൊരു ഓൺലൈൻ ചാനലിനെ ഹയർ ചെയ്തിരിക്കുകയാണ്, വാടകയ്ക്ക് എടുത്തിരിക്കുകയാണെന്ന് വെച്ചാൽ ജോലി ഏൽപ്പിക്കുകയാണ്. ടു പ്രൊമോട്ട് ഇറ്റ്സ് കാൻഡിഡേറ്റ് ഇൻ 3 ways. അതായത് 3 തരത്തിൽ അവരുടെ കാൻഡിഡേറ്റിനെ, ആ രാഷ്ട്രീയ പാർട്ടി നിർത്തിയിരിക്കുന്ന കാൻഡിഡേറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, അവരുടെ പ്രചരണത്തിന് വേണ്ടി 3 രീതി, അതായത് മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് ഓരോ വീടുകൾ സന്ദർശിച്ച് അല്ലെങ്കിൽ നോട്ടീസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 3 രീതിയിൽ ആ കാൻഡിഡേറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഓൺലൈൻ ചാനലിനെ അവർ ജോലിക്ക് കൊടുത്തു അല്ലേ. ദ കോസ്റ്റ് പെർ കോൺടാക്റ്റ് ഇൻ റുപ്പീസ്. അപ്പോൾ ഒരു കോൺടാക്റ്റ്, അതായത് ഒരു കോൺടാക്റ്റാണ് കേട്ടോ, അതായത് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മൊബൈൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹൗസ് വിസിറ്റ് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നോട്ടീസ് സെർവ് ചെയ്തുകൊണ്ട്, അപ്പോൾ അങ്ങനെ ഓരോ കോൺടാക്റ്റിനും എത്ര രൂപയാണ് ചിലവാകുക അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുക എന്നുള്ള ഏറ്റിരിക്കുന്നു നോക്കുക. മൊബൈൽ ഫോൺ വഴിയാണെങ്കിൽ 4 രൂപ ഒരു മൊബൈൽ കോൺടാക്റ്റ് നടത്തുന്നതിന്. വീട്ടിൽ ചെന്നാണ് ഈ കാര്യങ്ങൾ പറയുന്നതെങ്കിൽ 10 രൂപ, നോട്ടീസ് കൊടുത്താണെങ്കിൽ 5 രൂപ അല്ലേ. അപ്പോൾ ആ രീതിയിൽ ഒരു കോളം മെട്രിക്സ് ആയിട്ട് ഇത് നൽകിയിട്ടുണ്ട്. ദെൻ ദ നമ്പർ ഓഫ് കോൺടാക്ട്സ് ഓഫ് ഈച്ച് ടൈപ്പ് മെയ്ഡ് ഇൻ 2 towns. അപ്പോൾ 2 നഗരങ്ങളിലായിട്ട്, 2 ടൗണുകളായിട്ട്, പി എന്ന് പറയുന്ന, ക്യൂ എന്ന് പറയുന്ന 2 ടൗണുകളായിട്ട് ഈ ഒരു ഓൺലൈൻ ചാനൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി, അവരെ എത്ര കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നോക്കുക. ഫോൺ വഴി അവർ 100 വീടുകൾ അല്ലേ, 100 വീടുകൾ അല്ലെങ്കിൽ 100 ആളുകളെ കോൺടാക്റ്റ് ചെയ്തു. പി എന്ന് പറയുന്ന ഒന്നാമത്തെ ടൗണിൽ. രണ്ടാമത്തെ ടൗണിൽ അവർ 300 ആളുകളെ കോൺടാക്റ്റ് ചെയ്തു ഫോൺ വഴി. ഹൗസ് വിസിറ്റ് നടത്തിയത് 50 പേര്. ഒപ്പം തന്നെ രണ്ടാമത്തെ ടൗണിൽ 100 പേര് അല്ലെങ്കിൽ 100 വീട്. നോട്ടീസ് കൊടുത്ത് 500 പേർക്ക്, രണ്ടാമത്തെ ടൗണിൽ 1000 പേർക്ക് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ബൈ ദ പാർട്ടി ഇൻ ദ 2 cities പി ആൻഡ് ക്യൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 2 സിറ്റീസിലും കൂടി അവർ എത്ര രൂപയാണ് ചിലവാക്കിയത് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് അറിയാം, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് അല്ലേ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി അതിനൊരു കണ്ടീഷനുണ്ട്. അതായത് നമ്മൾ ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളത്തിൻ്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോയുടെ എണ്ണവും തമ്മിൽ തുല്യമായിരിക്കണം അല്ലേ. അപ്പോൾ ആദ്യത്തെ മെട്രിക്സ്, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ മെട്രിക്സ് ഇതായിട്ട് എടുക്കുകയാണെങ്കിൽ, ആദ്യത്തെ മെട്രിക്സ് എ എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന എ ആണല്ലേ. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ കോളത്തിൻ്റെ എണ്ണം എത്രയുള്ളൂ, കോളത്തിൻ്റെ എണ്ണം 1 ആണല്ലേ. ആ റോയുടെ എണ്ണം എത്രയുണ്ട്, റോയുടെ എണ്ണം 2 ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആദ്യത്തെ മെട്രിക്സ് ആയിട്ട് എനെ എടുക്കാൻ വേണ്ടി പറ്റില്ല. നമുക്കിതിനെ നോക്കുക, ബീനെ നോക്കുക. ബി നോക്കുമ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ കോളത്തിൻ്റെ എണ്ണം എത്രയാണ്, 1 2 3 ഉണ്ടല്ലേ. കോളത്തിൻ്റെ എണ്ണം 1 2 3.
രണ്ടാമത്തെ മെട്രിക്സ് ആയിട്ട് ഇതിനെ എടുക്കുകയാണെങ്കിൽ റോയുടെ എണ്ണം 3 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ കംഫർട്ടബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ബീനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ബീനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ ബീനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ റോയിനെ നമുക്ക് ഈ കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടാമത്തെ റോയിനെ നമ്മൾ ഈ കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാൽക്കുലേഷൻസ് വരും. അപ്പോൾ അതിനുശേഷം നമ്മളതിൻ്റെ എമൗണ്ടുകൾ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് പി എന്ന് പറയുന്ന ടൗണിൽ അവർ എത്ര രൂപയുടെ വർക്ക് ചെയ്തു, 3400 വർക്ക് ചെയ്തു. ക്യൂ എന്ന ടൗണിൽ അവർ 7200 വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ നടത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഈ 2 പ്രോബ്ലങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ സമയം പോലെ നിങ്ങളുടെ സപ്പോർട്ട് പോലെ അടുത്ത ക്ലാസ് കൂടി നൽകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കൂടുതൽ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക്